ഇന്ന് കുറച്ച് നേരം വാർദ്ധക്യത്തെക്കുറിച്ച് സംസാരിക്കാമെന്ന് കരുതുകയാണ്. കാരണം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പം എല്ലാ പ്രായത്തിലുള്ളവരെ ഏകദേശം നമ്മൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ എനിക്ക് സംസാരിക്കേണ്ടി വന്നത്. ഒരു പ്രായം കഴിഞ്ഞാൽ, ഒരു 50 വയസ്സ് എന്നുള്ളൊരു പ്രായത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും പറയുന്നത് പ്രായമായി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ വാർദ്ധക്യം എന്നത് എൻ്റെ മാത്രമല്ല പലരുടെയും അഭിപ്രായത്തിൽ, ഞാൻ എൻ്റെ കാര്യം പറയട്ടെ, രണ്ടാമത്തെ ഒരു ബാല്യം തന്നെയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുഞ്ഞിലെ തുടക്കം എങ്ങനെ ആയിരുന്നോ അതുപോലെ തന്നെയാണ് നമ്മളുടെ അവസാനത്തിലേക്ക് നമ്മൾ പോകുന്നത്. തുടക്കമെന്ന് പറയുന്നത് കിടന്ന് ഉള്ള ഒരു ജീവിതം തുടങ്ങുകയാണ്. പിന്നീട് മാറി മാറി വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ അവസാന കാലഘട്ടം ആകുമ്പോഴേക്കും നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളായി ലാസ്റ്റ് കിടപ്പിലേക്കാണ് നമ്മൾ പോകുന്നത്. ചിലർ ഭാഗ്യമുള്ളവർ നിൽക്കുന്ന നിപ്പിൽ മരിക്കുക എന്ന് പറയത്തില്ലേ, ആർക്കും ഒരു നിമിഷം പോലും ബുദ്ധിമുട്ടുണ്ടാവാതെ മരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതെന്തോ നമ്മൾ സാധാ പറയുന്നാൽ അവർ നേരത്തെ ചെയ്ത പുണ്യം എന്നൊക്കെ പറയാറുണ്ട്. അത് എന്തോ ആയിക്കൊള്ളട്ടെ, ഈ ജന്മത്തിൽ ഒരുപാട് പുണ്യം ചെയ്ത ആളുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി മരിച്ചവരൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസം. പിന്നെ കർമ്മ എന്നുള്ളത് എൻ്റെ അനിയൻ ഇടയ്ക്ക് പറയും, എല്ലാതാണ്ടി കർമ്മ എന്ന് പറയും. ഇന്ന് നമ്മൾ ചെയ്ത നാളെ നമുക്കത് വേറെ രീതിയിൽ കിട്ടും എന്നുള്ള രീതിയിലാണ്. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മം എന്താണെങ്കിലും അതിൻ്റെ ഫലം നമുക്ക് അനുഭവിക്കണം. അത് നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്കതൊരു അനുഭവത്തിൽ വരും എന്നാണ് എല്ലാവരുടെയും ഒരു പറച്ചിൽ, ഒരു വിശ്വാസം. അതിൽ ശരിയാണ്, നമുക്ക് എവിടെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടും. ഇപ്പം നമ്മളോ ദ്രോഹിക്കുന്നവരാണെങ്കിൽ അവർക്കും വേറൊരു വഴിയിൽ കിട്ടും അല്ലേ. അപ്പം വാർദ്ധക്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. വാർദ്ധക്യം എന്ന് പറയുമ്പോൾ എല്ലാം ഒരു ഭയം തുടങ്ങുന്ന ഒരു സമയമാണ്. എല്ലാത്തിനോട് ഭയം ആണ്. എനിക്ക് അസുഖമായിപ്പോയി, ഇനി എനിക്ക് വയ്യ, മറ്റുള്ളവരെ ആശ്രയിക്കണമല്ലോ, ഈ ഒരു ചിന്തകൾ, തൻ്റെ ശരീരത്തിന് തീരെ സുഖമില്ല, അങ്ങനെ നമ്മുടെ ആശങ്കകൾ ഇങ്ങനെ തുടങ്ങും. പിന്നെ അതൊരു ഭയമായി മാറുകയാണ്. 100-ൽ 99% മുകളിൽ ആളുകളും മറ്റുള്ളവർക്കൊരു ബാധ്യതയാവല്ല, ഒരു ശല്യമാകരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ചിലപ്പോൾ 100% ആളുകളും കാണും അങ്ങനെ. പക്ഷേ നമുക്ക് ഒന്നും നമ്മുടെ കാര്യം പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും ഇപ്പോൾ ഒരേപോലെ ഉള്ള മരണമൊന്നും ആയിരിക്കില്ല. ചിലർ വർഷങ്ങളോളം കിടന്നിട്ടുള്ള മരണമൊക്കെ ആയിരിക്കും. അതെന്തായിക്കൊള്ളട്ടെ, നമ്മളുടെ മരണത്തെക്കുറിച്ച് നമുക്കൊരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. ആത്മഹത്യ ചെയ്താൽ ശരിയാവുമല്ലോ എന്ന് ചിന്തിക്കണം. ആത്മഹത്യ ചെയ്താൽ മരിക്കണമെന്നുണ്ടെങ്കിലേ മരിക്കുള്ളൂ, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടും ഇതുപോലെ തന്നെ ഇതിനപ്പുറമായിട്ട് ബാക്കിയുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടായി മാറും. അപ്പം വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചു എന്ന് തോന്നുന്നവർക്ക് മാത്രം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. തോന്നുന്നവർ മാത്രം. കാരണം ഈ തോന്നലാണ് എല്ലാത്തിനും പ്രശ്നം. ഒന്നാമത്തെ കാര്യം, മുൻധാരണ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ തോന്നലിൽ നിന്നാണ് പലതും നമുക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടായി വരുന്നത്. എനിക്ക് പ്രായമായി, അതാണ് ആദ്യത്തെ തോന്നൽ. വയസ്സായി, ഇങ്ങനൊരു ചിന്താഗതി, ആ തോന്നലാണ് ആദ്യമായിട്ട് നമുക്ക് ഉണ്ടാകുന്നത്. അതിന് തോന്നാനായിട്ട് എന്തൊക്കെ കാരണങ്ങളാണുള്ളത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അങ്ങനെ നമുക്ക് തോന്നുന്നത്? ആദ്യം തോന്നുന്നത് ആദ്യം എല്ലാവർക്കും തോന്നുന്നത് തലയിൽ നരയുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് കൊച്ചു പിള്ളേർ നരയ്ക്കുന്നുണ്ട്. ഞാനും നന്നായിട്ട് നരയ്ക്കുന്നുണ്ട്. അത് ഞാനും കുഞ്ഞിലെ തൊട്ട് നര ഉള്ള ആളാണ്. ചിലർ പറഞ്ഞാൽ ഭാഗ്യനരയാണ്, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ഈ ഭാഗ്യനര എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ഒരു കൺസെപ്റ്റിൽ അങ്ങനെ വന്നത്, ചിലർക്ക് നര ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കും.
മെൻ്റലി അവർക്കൊരു എനിക്ക് നരച്ചു വന്നല്ലോ, എന്ത് പറ്റി, ഈ ഒരു ടെൻഷനും ഒരു ഭീതിയൊക്കെ ഉണ്ടാകുന്ന സമയം. അപ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ആരെങ്കിലും പറയുന്നതായിരിക്കും ഇങ്ങനെയുള്ളൊരു നര വരുന്നത് ഭാഗ്യമുള്ളവർക്കാണ്. അപ്പം ഭാഗ്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ എന്തോ ഒന്ന് നല്ലത് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ കേൾക്കുന്ന ആൾക്ക് സമാധാനം അല്ലേ? അങ്ങനെയും ആവാം. എന്തുമായാലും നരയ്ക്കുന്നവരെല്ലാം ഭാഗ്യമുള്ളവരായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് വാർദ്ധക്യം എന്നൊരു ചിന്താഗതി വരുമ്പോൾ നമുക്കറിയാം, ഈ നര വന്നു കഴിയുമ്പം പിന്നെ എന്താ, പ്രായമായി, ഇനിയൊന്നും എന്താ പറയുക, പഴയ പോലൊന്നും എനിക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ചിന്താഗതി പതുക്കെ ഹൃദയത്തിൽ അല്ലെങ്കിൽ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവാൻ തുടങ്ങും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ, നരയ്ക്കാൻ തുടങ്ങുമ്പോഴേ ചെറുതായിട്ട് കറുപ്പിച്ച് തുടങ്ങുക. എന്നിട്ട് സ്വന്തം മുഖം കണ്ണാടിയിലേക്ക് നോക്കുക. വെളുത്തിരുന്നപ്പോഴേക്കാട്ടിലും എന്ത് ഭംഗിയാണ് കറുപ്പിച്ചപ്പോൾ, സന്തോഷം വന്നില്ലേ? അവിടെ ഒരു പോസിറ്റീവ് നമ്മുടെ മനസ്സിലേക്ക് കയറുകയാണ്. അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോഴെന്താണ്, പിന്നീട് നമുക്ക് എപ്പോഴും ഈ വെളുപ്പ് വന്ന് കാണുമ്പോൾ നമുക്കത് കറുപ്പിക്കാനുള്ള തോന്നൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം ആളുകൾ കാണുന്നത് നിങ്ങളുടെ മുടി എപ്പോഴും കറുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് വെളുപ്പിച്ച് അങ്ങോട്ട് മാറാൻ നമുക്ക് തോന്നത്തില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും അത് കറുപ്പിക്കാനായിട്ട് ശ്രമിക്കും. അതൊരു നല്ല കാര്യമാണ്. പിന്നീട് നമുക്ക് കാലുവേദന, കൈവേദന, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അപ്പോൾ ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളതിനെ ഓവർകം ചെയ്യുക. എങ്ങനെ നമുക്കതിനെ തരണം ചെയ്യാമെന്ന് ചിന്തിക്കുക. ഇതിനൊക്കെ നമുക്ക് ഒരു പാർട്ട്ണറിനെ ആവശ്യമാണ്. നമ്മൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പോയാലും അവിടെ നമുക്കൊരു പാർട്ട്ണർ കാണും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഒരു പ്രായം എത്തുമ്പോൾ നമുക്ക് വാർദ്ധക്യമായി മറ്റൊരാളുടെ ഹെൽപ്പ് വേണം, പല കാര്യങ്ങളും ചോദിക്കാനും പറയാൻ, അങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടമാകുമ്പോഴേക്കും എന്ത് ചെയ്യുക, നമ്മളൊരു പാർട്ട്ണറിനെ കണ്ടെത്തുക. ഭാര്യ ഭർത്താവ് ഓക്കെ, അതൊരു പാർട്ട്ണറാണ്, ഓക്കെ. അതല്ലാതെ നമ്മളൊരു സുഹൃത്തിനെ കണ്ടെത്തുക. നമ്മുടെ പ്രായത്തിലുള്ളതോ ഇത്തിരി പ്രായത്തിൽ മൂത്തതോ ഇളയതോ നമ്മളോട് സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളിനെ കണ്ടെത്തുക. അത് പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കായാലും കണ്ടെത്തുക. ചിലർക്ക് നാട്ടിൻപുറങ്ങളിൽ അവരുടെ നാടൊക്കെ തന്നെയാണെങ്കിൽ കൂട്ടുകാരൊക്കെ കാണും. എല്ലാവർക്കും ഒരു കൂട്ടുകാരെ കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ എളുപ്പമുള്ള കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ പ്രായത്തിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. പിന്നെ സഹകരിക്കുന്ന രീതി അനുസരിച്ചാണ് ഓരോരുത്തരും നമുക്ക് സ്പെഷ്യലായി മാറുന്നത്. അങ്ങനെ സംസാരിക്കാനായിട്ട് ആളിനെ കണ്ടെത്തുക. ഡെയിലി നിങ്ങൾ സംസാരിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത്, പകൽ നമ്മളെപ്പോഴാണ് ഉറക്കം എന്ന് നോക്കുന്നത്, ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഉറങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാകും അല്ലേ? അപ്പോൾ ആ ഒരു ടെൻഡൻസി നമ്മൾ ഈ വാർദ്ധക്യത്തിൻ്റെതായ പ്രശ്നമുള്ളവരുടെ കാര്യം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, തോന്നുന്നവർക്ക് മാത്രം, ഇങ്ങനെ ആർക്കും തോന്നാതിരിക്കട്ടെ ഓവറായിട്ട്. അപ്പം പകൽ ഉറക്കം വരുന്ന ആ ഒരു ടൈം നമ്മൾ മാക്സിമം ഉറങ്ങാതിരിക്കുക. അപ്പം നമ്മൾ ഉറങ്ങാതിരുന്നാലത് പ്രശ്നമല്ലേ എന്ന് ചിന്തിക്കും. കാരണം അത് ശീലമായവരെ ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മൾക്ക് പകൽ ഉറങ്ങിയാൽ മിക്കവാറും എല്ലാ ആളുകൾക്കും രാത്രിയിൽ ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിൽ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കതിൽ കറക്റ്റായിട്ട് പറയാൻ പറ്റിയെന്ന് വെച്ചാൽ, എനിക്കറിയാവുന്ന ഒരു അമ്മയുണ്ട്. അപ്പം ആ അമ്മയാണെങ്കിൽ രാത്രിയിൽ അമ്മ പറയുന്നത്, എനിക്ക് രാത്രിയിൽ ഉറക്കമില്ല, പക്ഷേ പകലും ഇഷ്ടംപോലെ സമയം കിടന്നുറങ്ങും. അത് ഉച്ചയ്ക്ക് ചോറുണ്ടുന്നതിന് മുമ്പ് കിടന്നുറങ്ങും, ചോറുണ്ട് കഴിഞ്ഞിട്ട് ഉറങ്ങും, ഇങ്ങനെ ഉറങ്ങാറുണ്ട്. രാത്രിയിൽ പക്ഷേ ഉറങ്ങുന്നില്ല. എനിക്കറിയാം അത് കറക്റ്റാണ്, രാത്രിയിൽ ഉറക്കം കുറവാണെന്നുള്ളത്. അപ്പോൾ എന്താണ്, അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അമ്മ രാത്രിയിൽ മസ്റ്റായിട്ട് ഉറങ്ങണം. കാരണം ഷുഗർ ഒക്കെ ഉള്ളതാണ്. അപ്പം ഈ ഷുഗർ എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അസുഖമാണ്. നമ്മൾ പഞ്ചസാര
അല്ലേ? അത് പഞ്ചസാരയുടെ അളവ് എന്നതിനെ ഒരു ബേസിക്കായിട്ട് പറയുന്നെങ്കിലും നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിലെ പല ശൈലികൾ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട അസുഖങ്ങളാണ് ഇതെല്ലാം. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എന്ന് ജീവിതശൈലി രോഗങ്ങൾ എന്നാണല്ലോ പറയപ്പെടുന്നത്. അപ്പോൾ ഈ ഷുഗർ ഭയങ്കരമായിട്ടും നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ടെടുക്കും. അതുപോലെ പ്രഷറും അങ്ങനെ തന്നെയാണ്. കൊളസ്ട്രോൾ പിന്നെ അറിയാമല്ലോ, നമ്മുടെ ഫുഡുമായി കൂടുതലും ബന്ധപ്പെട്ട് കിടക്കുന്ന, അതിനെ അതുകൊണ്ട് ഇത്തിരി മാറ്റി നിർത്താം. അപ്പം ഈ പ്രഷറും ഷുഗറും ഒക്കെ ഉള്ളവർ ഉറക്കം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. രാത്രിയാണ് എല്ലാവരും ഉറങ്ങാനായിട്ട് എന്താണെന്നറിയത്തില്ല, കുറച്ച് ദിവസം കൊണ്ട് തൊണ്ടയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് സംസാരത്തിലുമൊക്കെ ഉണ്ട്. ഇടയ്ക്ക് ഞാനും കുഞ്ഞോട് ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. അതിൻ്റെയാണോ? പാട്ട് പാടി അങ്ങനെ വരാറില്ലല്ലോ, മറ്റെന്തോ ആണ്, എണ്ണയുടെ വല്ല മിസ്റ്റേക്കായിരിക്കും. അതുകൊണ്ട് സോറി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ജീവിതശൈലി രോഗങ്ങൾ, അതുപോലെ തന്നെ തൈറോയിഡും ഇതുമായി ബന്ധപ്പെട്ടതാണ്. മിക്കവാറും എല്ലാവർക്കും ഇപ്പം തൈറോയിഡും ഉണ്ട്. ഞാനിങ്ങനെ പേടിച്ചിരിക്കുന്നൊരു കാര്യമാണ്, എന്നാണ് ഇതൊക്കെ എൻ്റെ അടുത്തേലോട്ട് വരുന്നതെന്ന്. അതുകൊണ്ട് ഇതെല്ലാം വരാതിരിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കണം എന്നിങ്ങനെ വിചാരിക്കുക എല്ലാ ദിവസവും. അതുകൊണ്ട് ശ്രമിക്കുന്നുണ്ട്, ഇല്ലെന്നല്ല. അപ്പം പ്രായത്തിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ മാക്സിമം പകൽ ഉറങ്ങാതിരിക്കുക. കാരണം പകൽ ഉറങ്ങിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും രാത്രി പെർഫെക്റ്റായിട്ട് ഉറങ്ങാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് പകൽ ഉറങ്ങരുത് എന്ന് പറയുന്നത്. അപ്പം പകൽ ഉറക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്കിറങ്ങി ആരോടെങ്കിലുമൊക്കെ ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് നേരം നടക്കുക. ചിലർക്കുണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, ഉറങ്ങിയേ പറ്റുള്ളൂ, ഇരിക്കുന്നിടത്തിരുന്ന് ഉറങ്ങിപ്പോവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അവർ സ്വന്തമായിട്ട് മാറ്റിയെടുക്കണം ആ ഒരു ടൈം. ഇപ്പം 1 മണിക്കൂർ എന്നുള്ളത് അരമണിക്കൂറാക്കി, അല്ലേ? അങ്ങനെ നമ്മുടെ സമയം, പകലുറങ്ങുന്ന സമയം കുറച്ച് കൊണ്ടുവന്ന് ആ പകലുറക്കത്തെ ഇല്ലാതാക്കുക. ഇടയ്ക്ക് സൗണ്ട് കേട്ടോ? ഇതെന്തിൻ്റെയെന്നറിയോ? കൊതുകിനെ ബാറ്റ് കൊണ്ട് അടിച്ചതിൻ്റെ സൗണ്ടാണ്. കാരണം ഇന്നിവിടെ നന്നായിട്ട് വോൾട്ടേജ് കുറവാണ്. അപ്പോൾ ഏതൊക്കെയോ വഴി കൂടെ, എനിക്ക് തോന്നുന്നു എയർ ഹോളിൽ കൂടെ ആണോ എന്നറിയില്ല, കൊതുക് വരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഈ മഴയുടെ സമയം ഇങ്ങനെ ഒരു വല്ലാത്ത ഇടയ്ക്ക് മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ കൊതുകിൻ്റെ ശല്യം ഒരുപാടുണ്ട്. അപ്പം ഞാൻ കുഞ്ഞിൻ്റെ തൊട്ടടുത്തിരുന്ന് ഈ കൊതുകുമായിട്ട് നമ്മൾ ഗതയും പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെന്ന് പറയുന്ന പോലെ ഈ എന്താ പറയുക, ബാറ്റും കൊണ്ട് ഞാനിങ്ങനെ അവളുടെ അടുത്ത് തന്നിരുന്നാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഇച്ചിരി സൗണ്ടും കുറവായിരിക്കും. 1-2 കൊതുക് അവളെ ഒന്ന് തൊട്ടിട്ടൊക്കെ പോയി, എന്നാലും ഞാൻ എല്ലാം കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതാണ് ബാറ്റിൻ്റെ സൗണ്ടാണ്, ഇടയ്ക്ക് ഈ കൊതുക് വന്നടിക്കുമ്പോൾ ഉള്ള ആ ശബ്ദമാണ്. അപ്പോൾ അത് ഇറിറ്റേറ്റ് ആകുമല്ലോ എന്നൊരു ഇതുണ്ട്. എന്നാലും സാരമില്ല, നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ കേൾക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ഈ ഉറക്കം ആദ്യമേ നമ്മൾ കൺട്രോൾ ചെയ്യുക, മാക്സിമം പകൽ ഉറങ്ങാതിരിക്കുക. പിന്നെ ഡോക്ടർ പറയുകയാണ് നിങ്ങൾ പകൽ ഉറങ്ങണം എന്ന് പറയുന്നവർക്ക് നമുക്ക് ചെയ്യാം. ഇപ്പം ഞാൻ എന്തെങ്കിലും എൻ്റേതായിട്ടുള്ള അഭിപ്രായം പറയുന്നതിൽ എന്തെങ്കിലും സംശയമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരുമായിട്ട് സംസാരിക്കുക. ഞാൻ എൻ്റെ അറിവുകൾ വെച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പം പകൽ ഉറക്കം ഉറങ്ങിയേ പറ്റുമെന്നുള്ളവർ ഓക്കെ. ചിലർക്ക് പകൽ ഉറങ്ങിയാലും രാത്രി ഉറക്കം ശരിയാകുമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്തായാലും അമിതമായിട്ടുള്ള ഉറക്കം ഒരിക്കലും നല്ല ഒരു കാര്യമല്ല. ഉറക്കം ആവശ്യമാണ്, പക്ഷേ അത് അമിതമാകരുത്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്ന പോലെ അധികമായി കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നമുള്ളൊരു കാര്യമാണ് ഉറക്കം. കാരണം നമ്മുടെ മനസ്സിലേക്ക് അലസത കയറി വരും. അലസത എന്തെന്നറിയാമല്ലോ. പിന്നാവട്ടെ രസമില്ല, കുറച്ച് നേരം ഇവിടെ ഉറങ്ങട്ടെ. അപ്പോൾ ആ ഉറക്കത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുത്ത് അതിൻ്റെ അഡിക്റ്റായി മാറും. അപ്പോഴെന്ത് ചെയ്യും, നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും, പല ജോലികളും നമ്മൾ പിന്നത്തേക്ക് മാറ്റി വയ്ക്കും. അങ്ങനെ പിന്നത്തേക്ക് മാറ്റി വെച്ച് ആ ജോലികൾ ഇങ്ങനെ കുന്നുകൂടിക്കൊണ്ടേയിരിക്കും. പലതും നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അത് ചെയ്തില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടാകും. ആ ടെൻഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും പ്രഷർ കൂടും, അല്ലേ? അപ്പം ജോലിയൊക്കെ ചെറിയ റിട്ടയർമെൻറ്റിന് ശേഷം ചെറിയ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെയാണെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടാണ്. നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ
റിട്ടയർമെൻറ്റിന് ശേഷം ചെറിയ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് പോവുക. അല്ലെങ്കിൽ ഏറ്റവും വലിയ കാര്യമാണല്ലോ നമ്മുടെ ഓരോ സംഘങ്ങളുടെയൊക്കെ ഭാഗമായി മാറുക എന്നുള്ളത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വീഡിയോ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഈ അസുഖങ്ങളെ നമ്മളെപ്പോഴും ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇതിൽ സൈലൻറ്റ് കില്ലർ എന്ന് വിശേഷിപ്പിക്കുന്ന അസുഖമുണ്ട്. അപ്പം ഈ ഷുഗറിൻ്റെയൊക്കെ ചില അവസ്ഥകളിൽ നമുക്ക് അറിയാൻ പറ്റാതെ വരും. പെട്ടെന്നൊരു അറ്റാക്ക് പോലൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങളാരും പേടിക്കല്ലേ. പേടിയൊന്നും കാണില്ല, എല്ലാവർക്കും ഇതൊക്കെ നിസ്സാരമാണല്ലോ ഇപ്പോൾ. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങളുടെ ദിനചര്യകളെ ക്രമപ്പെടുത്തുക. കറക്റ്റായിട്ട് ആഹാരം കഴിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പ്രത്യേകിച്ച് ഈ വക അസുഖങ്ങളുള്ളത് ആ ഒരു ടൈമിൽ നമ്മൾ ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ മധുരം ഉപയോഗിക്കേണ്ട ചായ കാപ്പി ഒഴിവാക്കാൻ പറ്റുന്നവർ അത് ഒഴിവാക്കുക. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങളുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകണമെന്നുള്ളത്, അതൊന്നാമത്തെ കാര്യം. പക്ഷേ നിങ്ങളങ്ങനെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിനെ അത് ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ. അപ്പം വാർദ്ധക്യം ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉണ്ടാകുന്ന കുറേ സംശയങ്ങളാണ്. ഞാൻ നടന്നാൽ വീഴുമോ, എനിക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ആരെങ്കിലും കാണുമോ, എങ്ങനെ ഞാൻ ഈ മുന്നോട്ട് പോകും, ഇത്തരത്തിലുള്ള നൂറ് ചോദ്യങ്ങളാണ്. പിന്നെ അസുഖങ്ങളെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും നമുക്ക് ഈ രാത്രിയിൽ ഉണരുന്നു, ഒരുപാട് പ്രാവശ്യം ബാത്റൂമിൽ പോകേണ്ടി വരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരുപാട് തവണ ബാത്റൂമിൽ പോകുന്ന പ്രശ്നമുള്ളവർ എൻ്റെ അഭിപ്രായത്തിൽ അവർ ഈ പകലുറക്കമുള്ളവരായിരിക്കാം കൂടുതലും. അതുപോലെ തന്നെ രാത്രിയിൽ ധാരാളം വെള്ളം കുടിക്കുന്നവരുമായിരിക്കും. ദാഹം വരെ നമ്മൾ വെള്ളം കുടിക്കും, പക്ഷേ നമ്മൾ അങ്ങനെ ഈ രാത്രിയിൽ ഉറക്കമില്ല, അതുപോലെ തന്നെ കൂടുതൽ പ്രാവശ്യം ബാത്റൂമിൽ പോകുന്നു എന്ന പ്രശ്നമുള്ളവർ തീർച്ചയായിട്ടും പകൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് നിർത്തി നോക്കുക. അത് പൂർണ്ണമായിട്ട് നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അത് നിങ്ങൾ ശ്രമിച്ചു നോക്കിയാൽ പറ്റും. ആ ഉറങ്ങുന്ന സമയം നിങ്ങൾക്ക് ഉറക്കം വരാതിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ജോലി അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ സമയം കണ്ടെത്തുക. ടി വി കാണാനിരിക്കില്ല, ടി വി കണ്ടാൽ അതുകൊണ്ട് ടി വി കൊണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോകും. അപ്പോൾ അതല്ലാതെ നിങ്ങൾക്ക് ഒന്ന് ഉണർന്നിരിക്കാൻ പറ്റിയ അതിലേറ്റവും നല്ലത് സംസാരമാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരോടായാലൊക്കെ സംസാരിക്കുക. അപ്പം ഈ പകൽ മാക്സിമം അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, രാത്രിയിൽ ഉറക്കമില്ലായ്മ, കൂടുതൽ ടൈം ബാത്റൂമിൽ പോകുന്നവർ പകൽ ഉറങ്ങാതിരിക്കുക. അതിനൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പ്രധാനമായിട്ട് പറയുകയാണ്, രാത്രി നിങ്ങൾ വെള്ളം കുടിക്കുന്ന പതിവുണ്ടല്ലോ. അപ്പോൾ ആഹാരത്തിന് ഇത്ര മണിക്കൂർ മുമ്പ് വെള്ളം കുടിക്കണം, ആഹാരം കഴിഞ്ഞ് ഇത്ര നേരം കഴിഞ്ഞിട്ടേ വെള്ളം കുടിക്കാവുള്ളൂ എന്നൊക്കെ ഒരു നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെന്തായാലും ആഹാരത്തിനൊപ്പം വെള്ളം കുടിക്കുന്നവരാണ്. കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹന പ്രക്രിയയെ അത് ദോഷകരമായി ബാധിക്കും. ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഈ വെള്ളം ആ സമയത്ത് ഭക്ഷണത്തിനൊപ്പം ഉപയോഗിക്കരുത് എന്ന് പറയുന്നത് അല്ലേ. പക്ഷെ നമ്മൾ കുഞ്ഞിലേ തൊട്ട് പിള്ളേർക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കുന്നതിന് കൂട്ടത്തിൽ തന്നെ വെള്ളം കൊടുക്കും. അതൊരു ശീലമാണ്. നമ്മൾ വെള്ളം കുടിക്കുന്നവരാണ്, ഇറങ്ങി പോകണ്ടേ എന്ന് പറയും. അപ്പം നമ്മൾ ആഹാരം കഴിച്ചു, നമ്മളൊരു ടൈമിംഗ് ഉണ്ടല്ലോ. നമ്മൾ ആഹാരം കഴിച്ചാൽ ഒരു 4 മണിക്കൂറാണ് നമ്മുടെ ദഹനത്തിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത്. ആ 4 മണിക്കൂർ ആണ് നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിക്കാനായിട്ട് എടുക്കുന്ന സമയം. അതിനുശേഷം നമുക്ക് പതുക്കെ വീണ്ടും ആഹാരം കഴിക്കാനുള്ള തോന്നലുണ്ടാവാൻ തുടങ്ങും അല്ലേ. പിന്നെ ചില ഫുഡിൻ്റെ ഒപ്പം നമ്മൾ ഈ നാരങ്ങ ഒക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു സദ്യ കഴിച്ച് കഴിഞ്ഞാൽ നാരങ്ങ, അപ്പോൾ അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ദഹനത്തിൻ്റെ വേഗത കൂടും എന്നാണ് പറയുന്നത്. പഴയ ആൾക്കാരൊക്കെ മോരൊക്കെ സ്ഥിരം ഉച്ച സമയത്ത് മോര് കൂട്ടിയിട്ടുള്ള ആഹാരം കഴിക്കുന്ന ആളുകളുണ്ട്. അതിപ്പോഴും നിർബന്ധമായിട്ടുള്ളവരുണ്ട്. അപ്പോൾ ഈ രാത്രിയിൽ വെള്ളത്തിൻ്റെ അളവ് നന്നായിട്ട്
കൺട്രോൾ ചെയ്യുക. നിങ്ങൾ ആഹാരം കഴിച്ചു, ഇത്ര സമയം കഴിയുമ്പോഴത്തേക്കും ആഹാരം കഴിച്ച് കുറച്ച് നേരം നടക്കണം എന്നൊക്കെയാണല്ലോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഉറങ്ങാനായിട്ട് കിടക്കുക. അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ തൊണ്ട ഒന്ന് നനഞ്ഞൊരു ഒന്ന് ഫ്രഷ് ആവാനും മാത്രമുള്ള വെള്ളം കുടിക്കുക. എന്നിട്ട് ഉറങ്ങാനായിട്ട് കിടക്കുക. ഇപ്പോൾ ചിലർക്കൊന്ന് ദാഹം തോന്നിയാൽ ഒന്ന് തൊണ്ട നനയ്ക്കാനുള്ള വെള്ളം കുറച്ച് കുടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഡോക്ടർമാർ പറയുന്നില്ല രാത്രി മുഴുവൻ നിങ്ങൾ ഉറങ്ങാതിരുന്ന് വെള്ളം കുടിക്കാൻ ഒരു ഡോക്ടറും പറയില്ല. കാരണം രാത്രി എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ള സമയമാണ്. ആ സമയത്ത് നിങ്ങളുടെ ഉറക്കത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് കൂടുതലായിട്ട് വെള്ളം കുടിച്ചാലുണ്ടാകുന്ന ഒരു പ്രശ്നം. അതുമൂലം നിങ്ങളുടെ ഉറക്കത്തിന് തടസ്സം ഉണ്ടാകും. കൂടുതൽ വെള്ളം കുടിച്ചാൽ നിങ്ങൾ കൂടുതൽ പ്രാവശ്യം ഉണരും, ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി ഉണ്ടാകും. കാരണം നമുക്ക് പ്രായം കൂടുന്തോറും നമ്മളുടെ ആ ടെൻഡൻസി കൂടിക്കൂടി വരികയുള്ളൂ എപ്പോഴും ബാത്റൂമിൽ പോകണമെന്നുള്ള. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ആ ഒരു ഫീലിംഗ് എപ്പോഴും ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഷുഗറൊക്കെ ഉള്ളവർക്ക് ആ ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അങ്ങ് ദാഹങ്ങൾ തോന്നിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം കൂടുതൽ കുടിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ദാഹം തോന്നാനോ വെള്ളം കുടിക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കത്തിനുണ്ടാകുന്ന വിഘ്നമാണ്. ആ ഉറക്കത്തിന് വിഘ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പകൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമ്മളെല്ലാം കഴിച്ച് കിടക്കുന്ന ഓർമ്മകൾ പിറ്റേ ദിവസം രാവിലെ നേരം വെളുക്കുന്നതാണ് നമുക്ക്. കാരണം നമ്മുടെ ശരീരം അതുപോലെ വർക്ക് ചെയ്യുകയാണ് പകൽ സമയത്ത്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണവും ഉണ്ട്, നമ്മൾ സമയത്ത് കിടന്ന് ഉറക്കം വരികയും ചെയ്യും. പിറ്റേ ദിവസം രാവിലെ നമുക്ക് എഴുന്നേക്കാനേ തോന്നുള്ളൂ. ആ ഒരു രീതിയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ആ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വാർദ്ധക്യത്തിൽ ഇതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അത് നമ്മൾ ഈ രീതിയിൽ കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മൾ വീണു പോകും എന്നൊക്കെ ഉള്ളൊരു പേടിയുള്ളവർ നമ്മളെപ്പോഴായാലും ഒരു സപ്പോർട്ട് എപ്പോഴും കരുതുക. നമുക്ക് പേടിയുണ്ടെങ്കിൽ നമുക്കൊരു ആളിനെ വിളിക്കാം. എപ്പോഴായാലും നമുക്ക് വിളിച്ചാൽ വരാൻ ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റിക്ക് കരുതുക, ഇല്ലേ, നമുക്ക് പിടിച്ച് നടക്കാനായിട്ടുള്ള ഒരു സ്റ്റിക്ക് കരുതുക. അപ്പോൾ അതിന് സഹായത്തോടു കൂടി നമ്മളെപ്പോഴും ഓവർ കോൺഫിഡൻസും ആവാൻ പാടില്ല. കാരണം നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ ആരോഗ്യം കുറഞ്ഞു വരുന്ന കാലമാണ്. അപ്പോൾ ആ കുറഞ്ഞു വരുന്ന കാലം അയ്യോ കുറഞ്ഞു പോകുന്ന സമയമായില്ലേ എന്ന് വിചാരിക്കില്ലേ. അപ്പോൾ അതിന് ആരോഗ്യത്തിനായിട്ട് എന്താ കൊടുക്കാൻ പറ്റുക എന്നുള്ളത് ഡോക്ടറിനോട് ചോദിച്ചിട്ട് അത്തരത്തിലുള്ള ഫുഡുകൾ കഴിക്കുക. മരുന്നുകൾ ആവശ്യമാണെങ്കിൽ മരുന്നുകൾ കഴിക്കുക. ഈ ഡോക്ടറിനോട് ചോദിക്കണമെന്ന് പറയുന്നത് മറ്റൊന്നുകൂടെ, നിങ്ങളുടെ എന്തെല്ലാം അസുഖങ്ങളുണ്ട് എന്നറിഞ്ഞതിന് ശേഷമേ എന്തൊക്കെ ആഹാരം കഴിക്കാം, എന്തൊക്കെ മരുന്ന് കഴിക്കാമെന്ന് ഒരു ഡോക്ടറിന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും കാലുവേദന ഉണ്ട്, കുറച്ച് കാൽസ്യം ഗുളിക മേടിച്ചങ്ങ് കഴിച്ചേക്കാം എന്ന രീതിയിൽ ചിന്തിക്കരുത്. ഈ ഒരു ടൈമിൽ തീർച്ചയായിട്ടും ഡോക്ടറിനെ കാണണം. മടി അധികം നല്ലതല്ല. ഈ ഒരു ടൈമിൽ നമ്മൾ എത്രമാത്രം എനർജറ്റിക് ആകുന്നു നമുക്ക് അത്രയധികം ചെറുപ്പം നിലനിർത്താൻ പറ്റും. അത്രയധികം നമ്മൾ എനർജി നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുകയാണ്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഫീൽ അതിനനുസരിച്ച് നമ്മുടെ ശരീരം മാറും. അപ്പോൾ പിന്നീടൊന്നെന്ന് പറയുന്നത് സാമ്പത്തികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ്. പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് പലപ്പോഴും തികയുന്നില്ല എന്നുള്ളൊരു തരും. പിന്നെ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അപ്പോൾ നമുക്ക് ഈ കിട്ടുന്ന ഈ പൈസകളൊന്നും ചിലപ്പോൾ നമുക്ക് തികയില്ല. അപ്പോഴൊക്കെ നമ്മുടെ മാനസികമായിട്ട് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. ഇതെന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതി. അപ്പം നമ്മുടെ ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കരുതി വയ്ക്കാനുള്ള ശ്രമം നടത്തണം. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് കിട്ടുമെന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ചറിയുക. പിന്നെ ഓവറായിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഏതായാലും നിങ്ങളെ നോക്കാൻ ആരെങ്കിലും ഒരാളുണ്ടാവുമല്ലോ. മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയായാലും നിങ്ങളെ തേടി വരും. അപ്പോൾ നിങ്ങളുടെ ആ പ്രശ്നം അത് നേരത്തെ തന്നെ അറിയിക്കേണ്ടവരെ അറിയിക്കുക. അന്ന് എനിക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. ഇപ്പം പാലിയേറ്റീവ് കെയറുകാരൊക്കെ ഉണ്ട്, നമ്മുടെ വീടുകളിൽ വന്നിട്ട് നോക്കും അവർ എല്ലാ കാര്യങ്ങളും. അപ്പം അങ്ങനെയുള്ള
ടെൻഷനുകളൊന്നും വേണ്ട. അങ്ങൂന്നേ എന്താ അവിടെ ദൂരെ വെള്ളം കാണുമ്പോഴേ ഇവിടെ നിന്നേ ഉടുപ്പ് പൊക്കി പിടിച്ച് പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്ന പോലെ എന്താ അത് വരേണ്ട സമയത്ത് വരും. അതിപ്പോൾ നമ്മളെത്ര എന്താ പറയുക ടെൻഷൻ അടിച്ചാലും ടെൻഷൻ അടിച്ചില്ലെങ്കിലും എല്ലാവർക്കും ഒരു മരണമുണ്ട്. ജനിച്ചാൽ മരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്കും ആ മരണം നമ്മളെ തേടി വരും. പിന്നെ നമുക്ക് കിടന്നു പോകാതിരിക്കാൻ എന്താണ്, നടന്നു തുടങ്ങുക എന്നേ എനിക്ക് പറയാനറിയുള്ളൂ. കിടക്കരുത് എന്നാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ സർവ്വശക്തിയും എടുത്ത് നടക്കാനായിട്ട് ശ്രമിക്കണം. ചിലർക്ക് ഭയമാണ് നടക്കാൻ. ഒത്തിരി പേര് പറയുന്നത് കേൾക്കാം, നടക്കാൻ പറഞ്ഞാൽ നടക്കത്തില്ല, പേടിയാണ്. അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. ഈ കിടന്നു പോയാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പേടിയുള്ള ആളുകൾ ഒരിക്കലും കിടക്കാനായിട്ട് ശ്രമിക്കത്തില്ല, അല്ലേ? അവർ നടക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ നടന്ന് മുന്നോട്ട് നീങ്ങി എല്ലാ പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് തിരിച്ച് ഈ ലോകത്തുനിന്ന് യാത്രയാവണം. ഇതാണ് എൻ്റെ മനസ്സിലെ കാര്യം. അതാണ് നമുക്ക് എന്തായാലും ഒരു സമയം തിരിച്ചു പോകേണ്ടി വരും. നമ്മളൊന്നും കൊണ്ടുവന്നിട്ടില്ല, തിരിച്ചു പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകുന്നില്ല. പിന്നെ നമ്മൾ എല്ലാം ഓർമ്മയോടുകൂടി കണ്ട് കിടന്നു പോകുന്ന കുറേ മനുഷ്യ ജീവിതങ്ങളുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ മൂലം എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പോൾ അവരാരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇതൊന്നും നിങ്ങൾ ചെയ്ത പാപം മൂലമാണ്. ചിലർ പറയും വലിയ പാപം ചെയ്തിട്ട് കിടന്നനുഭവം. ഇങ്ങനെയൊന്നുമില്ല. അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമുക്കത് വച്ചിട്ടുണ്ടായിരുന്നു എന്നത്. കാരണം ഒരു നല്ല സമയമുണ്ടെങ്കിൽ ഒരു മോശം സമയമുണ്ട്, ഒരു മോശം സമയമുണ്ടെങ്കിൽ ഒരു നല്ല സമയമുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ വലിയൊരു രാജാവായി അല്ലെങ്കിൽ രാജ്ഞിയായിട്ട്, അല്ലേ, ലോകം അറിയപ്പെടുന്ന ആളായിട്ട് ജനിച്ച ആളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ജന്മത്തിൽ അതിനൊരു മാറ്റം വന്നു, ഇങ്ങനെയാണ് എന്ന് കരുതുക. പിന്നെ ഒരുപാട് പേരുണ്ട് തങ്ങളുടെ പ്രശ്നങ്ങൾ, ഇപ്പം നടക്കാനും ഇരിക്കാനോ അല്ലെങ്കിൽ കൈക്ക് ബുദ്ധിമുട്ടുള്ളവരോ കണ്ണിനോ ചെവിക്കൊക്കെ ശാരീരികമായിട്ട് ഒരുപാട് വൈകല്യങ്ങളുള്ള ആളുകളുണ്ട്. അവരെല്ലാം നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് മുൻനിരയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകൾ. അപ്പോൾ അവർക്കൊക്കെ എന്താ, അവരുടെ ആ മനസ്സാണത് അവരെ ആ ഒരു ലെവലിലേക്ക് എത്തിച്ചത്. അപ്പം അവർക്കൊക്കെ അങ്ങനെ പറ്റും, അല്ലേ? വൈകല്യങ്ങൾ ഉള്ളവർക്ക് അങ്ങനെ മനസ്സിനെ മാറ്റിയെടുത്ത് ജീവിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒരു വൈകല്യവുമില്ല, ജസ്റ്റ് പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകൾ മാത്രം തുടക്കമേ ഉള്ളൂ എങ്കിൽ അത് തുടങ്ങുമ്പോഴേക്കും എന്താണ്, അതിനെ മറികടക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. അങ്ങനെ ചെയ്യുന്നവർക്ക് ഒരിക്കലും കിടന്ന് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഞാനിപ്പോഴും ചെറുപ്പമാണെന്നുള്ള കോൺഫിഡൻസോടുകൂടി എന്താ പറയുക ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ഒരിക്കലും കിടന്ന് ബുദ്ധിമുട്ട് വരത്തില്ല. അവരുടെ മരണമൊക്കെ വളരെ പെട്ടെന്നായിരിക്കും. ഇപ്പം ഞാനും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ജോലിയൊക്കെ ചെയ്യണം, കുറേ കൂടെ ജോലിയൊക്കെ ചെയ്ത് ഏത് സമയത്തും എൻ്റെ അമ്മയൊക്കെ ഏത് നേരം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എൻ്റെ അമ്മ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കും കുറച്ച് നേരം, ഇല്ല, അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. എൻ്റെ ഒരു മാമിയുണ്ട്, അമ്മ പറയുന്നത്, ജോലി ചെയ്തെന്ന് പറയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല, ജോലി ചെയ്ത് ആരോഗ്യം കിട്ടത്തുള്ളൂ എന്ന് പറയും. ഈ തണുപ്പ് സമയത്തൊക്കെ ഞാൻ അയ്യോ തണുപ്പ് അമ്മേ എന്ന് പറയുമ്പോൾ അമ്മ കൈ വീശി അങ്ങോട്ടും ഇങ്ങോട്ടും 10 പ്രാവശ്യം നടന്ന് ഈ തണുപ്പെല്ലാം അങ്ങ് പോകും. തണുപ്പാന്ന് പറഞ്ഞിട്ട് കൂനി പിടിച്ചിരുന്നാൽ അങ്ങനെ തണുപ്പ് കൂടത്തേ ഉള്ളൂ. ജോലി ചെയ്യണം എന്ന് പറയും. ഞാൻ പറയാം ശരി, ജോലി ചെയ്യാം. നമ്മളിതെല്ലാം ഒരു പ്രായത്തിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരി ചെയ്യും, അവർ നമുക്കൊരു പുച്ഛം പോലെയാണ്. പക്ഷേ കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞൊക്കെ ആയി കഴിയുമ്പോഴെന്താണ്, ആ പുച്ഛങ്ങളെല്ലാം നമ്മൾ മാറ്റിവെക്കും. നമ്മൾ പലരെയും ഉപദേശിക്കാനായിട്ട് തയ്യാറെടുക്കും. കാരണം എന്താ, അതാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റം. ഒരു കുഞ്ഞാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ത് വല്ല. ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ഒരു പ്രശ്നവുമില്ലാതെ കറക്റ്റായിട്ട് എനിക്ക് ഉറക്കത്തിൻ്റെ തടസ്സമൊന്നുമില്ല, സുഖമായിട്ട് ഒന്ന് ഉറങ്ങി എണ്ണിക്കും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളൊക്കെയാണ്. കുറച്ച് നേരം നന്നായിട്ടൊന്ന് ഫ്രീ ആയിട്ടിരിക്കണം. ഞാൻ പണ്ട് നേരത്തെ ചെയ്തിരുന്ന കുറേ കാര്യങ്ങളുണ്ട്, അതെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റണം ഒക്കെയാണ്. ഇതിപ്പം അവൾ വലുതായി വരുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്തു തുടങ്ങണം. ഞാനിപ്പോൾ 2-3 ചെടിച്ചട്ടിയൊക്കെ വീണ്ടും റെഡിയാക്കി കൊണ്ടുവരുന്നുണ്ട്, ചെടിയൊക്കെ വെച്ച്.
അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മൾ അങ്ങനെയൊക്കെ പൂക്കളെയും ചെടികളെയും പച്ചക്കറികളെയൊക്കെ അങ്ങോട്ട് സ്നേഹിക്കാൻ തുടങ്ങി നമ്മുടെ മനസ്സെന്ത് ഫ്രഷാകുമെന്നറിയാം. നമ്മളൊരു ഇപ്പോൾ ഒരു തൈ കൊണ്ടുവന്ന് ഒരു ദിവസം നട്ടു, പിറ്റേ ദിവസം നമ്മൾ രാവിലെ ഒന്ന് നോക്കുന്നത് അതിനായിരിക്കും. അതെങ്ങനെ ഉണ്ട്, അത് ഉണ്ടോ അവിടെ, വളർന്നോ, അല്ലെങ്കിൽ ഒന്ന് വാടി നിന്നതൊന്ന് ഫ്രഷായി നിൽക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും. പച്ചക്കറി കൃഷി തുടങ്ങി, പച്ചക്കറി നമ്മൾ സൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ആ സൂക്ഷ്മത അപ്പം കൂടും. പച്ചക്കറിയുടെ ഇല ഇങ്ങനെ ചരിച്ച് വെച്ച് പൊക്കിയൊക്കെ നോക്കും, എന്താ വല്ല പ്രാണികൾ അതിൻ്റെ ഇടയ്ക്ക് ഇരിപ്പുണ്ടോ, മൊട്ട് വന്നോ, പൂ വന്നോ. ഞാനിങ്ങനെ പണ്ടൊക്കെ ഇങ്ങനെ ഈ പാവലും പടവലും ഞാൻ പറയാമേ ഇതൊക്കെ നിറച്ച് പൂവാമ്മ, എല്ലാത്തിനും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അമ്മ പറയും അത് വെറും പൂവാണ്, പൂവും കായും കൂടെ ഉള്ളത് എത്ര ഉണ്ടെന്ന് നോക്കാൻ പറയും. അപ്പോൾ ഞാൻ പറയും പൂവും കായും കൂടെ അതെങ്ങനെ വരും? അപ്പോൾ അമ്മ പറയും താഴെ ഇങ്ങനെ കായുടെ ഭാഗം കാണിക്കും, എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ പൂവിൻ്റെ ഇത് കാണിക്കും. ഇങ്ങനെയുള്ളത് വന്നാലാണ് നല്ലത്, മറ്റേത് വെറും പൂവാണത് കൊഴിഞ്ഞു പോകുള്ളൂ. ഞാൻ പറഞ്ഞു അങ്ങനെയുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, കുറേ കാര്യങ്ങൾ പഠിക്കുക. അപ്പം കൃഷി വഴി നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് വീട്ടിലൊരു അന്തസ്സാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള പച്ചക്കറിയാണ്. നോക്ക് കണ്ട, ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ടോ, ഈ പ്രായത്തിൽ ഞാൻ കഷ്ടപ്പെടുന്നില്ല. പിന്നെ കൂടുതലായിട്ട് പച്ചക്കറി ഉണ്ടെങ്കിൽ ചീരയുടെയൊക്കെ സമയമാണെങ്കിൽ കുറച്ചൊക്കെ വിൽക്കാം, അടുത്ത വീടുകൾക്കൊക്കെ വീട്ടുകാരെ ഒന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാം, 1-2 ഫ്രീയും കൊടുക്കാം അല്ലേ. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആൾക്കാർക്കൊക്കെ അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ്, അവർക്കും നമ്മളോടൊരു മതിപ്പ്, നമ്മളോട് പ്രത്യേക സ്നേഹം. അവിടെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ നമുക്കും കൊണ്ടുത്തരും അല്ലേ. അങ്ങനെ സഹകരണത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോവുക. ചിലർക്ക് ഭയങ്കരമായിട്ട് ദേഷ്യവും വൈരാഗ്യവും കുശുമ്പും കുന്നായ്മ ഇങ്ങനെ ഞാൻ പറയുന്നതേ ഉള്ളൂ. ഇച്ചിരി ഞാൻ വലിയ ആളാണ് ഒക്കെ ഉള്ളൊരു ഭാവമുള്ള ആളുകളുണ്ട്. അതൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇത്ര നാളും അങ്ങനെയൊക്കെ ജീവിച്ചവർ അതെല്ലാം മാറ്റി വയ്ക്കുക. എന്നിട്ടെന്താ, ഞാൻ സാധാരണ ജീവി, എൻ്റെ അടുത്തുള്ളവരും എന്നെപ്പോലുള്ള ജീവികൾ. അപ്പം നമുക്ക് സഹകരിച്ചങ്ങ് മുന്നോട്ട് പോകാം അല്ലേ. അയൽക്കാരനെ സ്നേഹിക്കുക എന്ന രീതിയിൽ മുന്നോട്ട് പോകാം. കാരണം നമുക്കൊരാവശ്യം വന്നാൽ അവർ ആണുള്ളൂ പെട്ടെന്ന് ഓടി വരാൻ. ആ ചിന്തയോടുകൂടി ജീവിക്കാൻ തുടങ്ങി, 10 പേരോട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി, നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടാകും. കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെ തുടങ്ങും. നമ്മളൊരു സാധനം അവർക്ക് കൊണ്ട് കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സ് നിറയും. അപ്പോൾ എന്താണ്, വീണ്ടും നമുക്ക് മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാകും. അങ്ങനെ ഇന്ന് ഒരാൾക്ക് കൊടുക്കുമെങ്കിൽ നാളെ 2 പേർക്ക് അങ്ങനെ കൊടുക്കുമ്പോഴെന്താണ്, നമുക്ക് പ്രിയപ്പെട്ടവരായി മാറും. അവരും നമുക്ക് പ്രിയപ്പെട്ടവരും, നമ്മൾ അവർക്കും പ്രിയപ്പെട്ടവരായി മാറും അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ഒന്ന് മാറി ചിന്തിക്കാം. ഇതെല്ലാ ചിന്തകളും വരുന്ന സമയം നമ്മളൊരു വാർദ്ധക്യകാലത്താണ്. പല മോശമായ ചിന്താഗതികളും എല്ലാം മാറി നമുക്കൊരു സമാധാനത്തിൻ്റെ പാത എന്നുള്ള രീതിയിൽ പോകും. നമ്മൾ ഓർക്കും, അയ്യോ പണ്ട് ഞാൻ അങ്ങനെ ചെയ്ത് എന്തൊരു തെറ്റായിപ്പോയി, അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല, എന്തെല്ലാം പൊട്ടത്തരങ്ങളാണ് പറഞ്ഞത്, എന്തെല്ലാം പൊട്ടത്തരങ്ങൾ ചെയ്ത്, ഇപ്പം എന്തേണ്ട ഒന്നും ചെയ്യാനുമില്ല പറയാനുമില്ല, സമാധാനം അല്ലേ, ഇനി എനിക്കൊന്നിനും വയ്യ എന്നൊക്കെ കരുതുന്ന മനസ്സുകളുണ്ടാകും. ചിലർ പറയും പ്രായത്തിൻ്റെ അല്ലേ, ഈ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറുന്നൊരു സമയമുണ്ട്, തീർച്ചയായിട്ടും വരും. അപ്പം വാർദ്ധക്യത്തെക്കുറിച്ചൊന്നും ആരും ഓർത്ത് വിഷമിക്കേണ്ട, അത് എല്ലാവർക്കും ഉണ്ട്. നിങ്ങളെ കാണുമ്പോൾ അപ്പൂമ്മ എന്താ എന്നൊക്കെ ചോദിക്കുന്ന കുട്ടികളുണ്ട്, അവർക്കും ഉണ്ട് വാർദ്ധക്യം ഇല്ലേ, എല്ലാവർക്കും ഉണ്ട്. പഴുത്ത ഇല വീഴുമ്പോൾ എന്താണ്, പച്ചില ചിരിക്കും. പക്ഷെ പച്ചിലയ്ക്ക് അറിയാമോ, കുറച്ച് നാൾ കഴിയുമ്പോൾ ഞാനും ഒരു പഴുത്ത ഇലയായി മാറുമെന്ന്. ഈ ഒരു ചൊല്ലെല്ലാവരും ഓർത്ത് വയ്ക്കുക. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കുമ്പോൾ ഈ ഒറ്റ ഒരു വർത്താനം അങ്ങോട്ട് പറയുക, അതോടുകൂടി അവർക്കെല്ലാം മനസ്സിലാവും അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് രസകരമായ രീതിയിൽ മുന്നോട്ട് പോകാം. ഓക്കെ.